മുട്ടയും റവയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം. അതുവരെ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. ഞാനിവിടെ 1 മുട്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ട് മല്ലിയില കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒന്നുകൂടി അടിച്ചെടുക്കണം. ഇങ്ങനെ 2 തവണ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ മസാലയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 മുട്ടയാണ്. മുട്ട ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ആകെ 2 മുട്ടയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ 1 മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ചെറുതായി വേവിച്ചെടുക്കാനുണ്ട്. ഒരു പാൻ വെച്ച് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗവും വെന്ത് വരും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.